മേഘനയുണ്ട്, സുജിത് സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. നമ്മളിനി മേഘനയിലേക്കാണ് പോകുന്നത്. മേഘന എനിക്ക് തോന്നുന്നു തമ്പാനൂരാണ് നിൽക്കുന്നത്. മേഘന, ഇനിയിപ്പോൾ എല്ലാവരും മടങ്ങിപ്പോവാനുള്ള തിരക്കിലായിരിക്കും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണോ മേഘനയുള്ളത്? മടങ്ങിപ്പോവാനുള്ള ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ മേഘന? ക്രിസ്റ്റീന, കീർത്തന, ശ്രീനന്ദ, ആദ്യം തന്നെ സ്മിത ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ മൂന്നുപേരെയും ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ വേണമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം കൂടി ആദ്യം തന്നെ പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ ഇത് എൻ്റെ ആദ്യ പൊങ്കാലയാണ്, അതുകൊണ്ട് ആ ഒരു അനുഭൂതിയും ഒക്കെ ഇത് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. അതായത് ഒരു ഭാഗത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, മറ്റൊരു ഭാഗത്ത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ്. അങ്ങനെ എവിടെ നിന്ന്, അതായത് ആറ്റുകാലിൽ നിന്ന് അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് വേണം മടങ്ങിപ്പോകാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഉണ്ട്. കൂടാതെ KSRTC അടക്കം 300-ലധികം സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നു, സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. അങ്ങനെ ഇവിടെ എത്തുന്ന, തലസ്ഥാന നഗരിയിൽ എത്തുന്ന, പൊങ്കാലക്കായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായും ഈ ഗതാഗത സൗകര്യം ഒരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ലക്ഷോപലക്ഷം ആളുകൾ എത്തിയതാണ്, അതുകൊണ്ട് ഉള്ള ഒരു ഗതാഗത കുരുക്കുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരടക്കം അത് കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് ആ ഗതാഗത തടസ്സം മാറ്റാനുള്ള ക്രമീകരണങ്ങളടക്കം ഇവിടെ നടത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ കുറച്ച് തിരക്കുകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തിരക്ക് കുറയുന്നു. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുന്ന് അവരുടെ നാടുകളിലേക്ക്, അല്ലെങ്കിൽ പലർക്കും ഇവരുടെ നാടുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നേരത്തെ നമ്മൾ ആദ്യ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആദ്യ ദൃശ്യങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരുപാട് പേർ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് വേഗം തന്നെ മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടും ഇവിടെ പൊങ്കാല ഇടുന്നത് അനുയോജ്യമാണ് എന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. ഏതായാലും ബസ്സിനടക്കം കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൂടെയുണ്ട്. ചേച്ചി, എവിടുന്ന് വരുന്നതാ? അടൂര്. ബസ്സിന് കാത്തിരിക്കുകയാണോ? ഭയങ്കര തിരക്കാണല്ലോ. തിരക്കാ. ബസ് കിട്ടിയോ? ബസ് കിട്ടില്ലല്ലോ, അവിടോട്ട് കുറേ ദൂരം പോകണം. ഏഴംകുളം. തിരക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? തിരക്കുണ്ട്. മടക്കാണോ? ഒന്നും. അതായത് ഒരുപാട് പേർ ഇവിടെ ബസ്സിലും ട്രെയിനും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും 300ഓളം KSRTCയുടെ സ്പെഷ്യൽ ട്രെയിനുകൾ, പ്രത്യേക KSRTCയുടെ ബസ്സുകളും പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകളും ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഈ മടങ്ങിപ്പോകുമ്പോൾ ഈ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ഒരു പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മാസക്കാലം കഴിഞ്ഞ് ഈ ഒരു വലിയ പൊങ്കാല മഹോത്സവ കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് വലിയ ആത്മസംതൃപ്തിയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ചേച്ചി, ദേവിയെ കണ്ടോ? ദേവിയെ കണ്ടു, സന്തോഷമായി. മാത്രം ഇങ്ങോട്ട് വരാൻ ബസ് ഒന്നും കിട്ടിയില്ല, ഒരു ഓട്ടോ സമേതം കിട്ടിയില്ല. അതേ ഒരു വിഷം. വേറെ എങ്ങനെ മടങ്ങിപ്പോകും? ഇവിടുന്ന് ഞങ്ങൾക്ക് തമ്പാനൂരിൽ നിന്ന് തിരുവല്ലയ്ക്ക് ബസ് കിട്ടും. അപ്പോൾ അമ്മയോട് എന്താ പ്രാർത്ഥിച്ചത്? അമ്മയോട് എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമായിട്ടാണ്, ഒരു കുഴപ്പവും ഉണ്ടാകരുത്, അതേ ഒരു വേറെ ഒന്നുമില്ല. ഞാനും അതന്നെ, എനിക്ക് വയ്യ. എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊങ്കാല ഇടാൻ നേരത്തെ നേർന്ന അവർ വെളിയിൽ പോയി. അപ്പം അവരുടെ പേർക്ക് ഇടാനായിട്ട് വയ്യാഞ്ഞിട്ട് ഞാൻ കൊച്ചിനെയും കൂട്ടി വന്നതാണ്. ഇനി എപ്പോൾ വീട്ടിലെത്തും? ഞാൻ വീട്ടിലെത്തുന്ന ഇനി 12 മണിയോളം ആവും. വൈകും മഴ. തിരുവല്ലയാ. ഇന്നലെ മുതൽ വന്ന് ഇവിടെ വരി നിന്ന് ഇവിടെ കട്ടകളൊക്കെ വെച്ച് ആളുകളാണ്. അവർ ഇന്നും ഇനി വീട്ടിലെത്താൻ പോകുന്നത് പുലർച്ചെയാകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇവർ ഈ ക്ഷമ കാണിക്കുന്നു. അവർക്ക് ദേവിയെ കാണണം, അവർക്ക് പൊങ്കാല സമർപ്പിക്കണം, ആ ആത്മസംതൃപ്തി അവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് പേർ. ചേച്ചി എവിടുന്നാ വരുന്നത്? പെരുമ്പാവൂർ മേഖല ആണ്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര്. എറണാകുളത്ത് നിന്ന് വരുന്നവരാണ്. എറണാകുളം ജില്ല. എന്താ ഇതിലെ പൊങ്കാല കഴിച്ചിട്ടുണ്ട് ഞങ്ങള്. അതിന്റെ പാത്രങ്ങളെ ദിവസം മുന്നേ വന്നു. ഞങ്ങൾ 2-3 ദിവസം മുന്നേ വന്നു. ഇനി ട്രെയിനിലാണോ മടക്കം ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ ട്രെയിനിന് പോയി കിട്ടിയില്ല. ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു. ഇനിയിപ്പോ ബസ്സിന് പോകാൻ വേണ്ടിട്ട് പോവാ. തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല? പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിപ്പോ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. ട്രെയിൻ പോയി കയറാൻ പറ്റിയില്ല. ക്ഷീണമാണ്. പലർക്കും അതാണ്. അതായത് ഇന്നലെ ഒന്നും ഉറക്കം ഉണ്ടായിരുന്നില്ല. അമ്മ എവിടുന്നാ വരുന്നേ? പാലക്കാട്. പൊങ്കാലിട്ട് സന്തോഷമായോ? സന്തോഷമായി. എന്താ പ്രാർത്ഥിച്ച അമ്മയോട്? അമ്മ എന്തും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത കൊല്ലം വരട്ടെ. അടുത്ത കൊല്ലം വരണം, നമ്മളിവിടെ ഉണ്ടാവും. വരണം, ഒന്നും മുടക്കില്ലാണ്ട് വരട്ടെ. അമ്മ അടുത്ത കൊല്ലം വരണം, നമ്മളിവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. അതായത് ഒരുപാട് അമ്മമാർ അടുത്ത കൊല്ലവും ഇനി പൊങ്കാല മഹോത്സവത്തിന് കൂടണം, പൊങ്കാലയ്ക്കായി ഒരുങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയും ആശയോടും കൂടി തന്നെയാണ് ഈ പൊങ്കാല മഹോത്സവകാലം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും ഇവിടെ പ്രത്യേക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർ ഇനി മടങ്ങിപ്പോകാൻ കുറച്ച് ക്രമീകരണങ്ങൾ ഉണ്ടാകും. കാരണം ലക്ഷോപലക്ഷം ആളുകളാണ് ഈ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. അതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവുമെങ്കിൽ
എന്നുണ്ടെങ്കിലും അതിനും യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ശുചീകരണ തൊഴിലാളികൾ ഈ പൊങ്കാല അടുപ്പുകളടക്കം ഇഷ്ടിക കല്ലുകളടക്കം നീക്കുന്ന പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. അതായത് ഇവിടെ അടക്കം ഒരുപാട് പൊങ്കാല കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു, പേപ്പർ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവയൊക്കെ ശുചീകരിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഹരിതകർമ്മസേന അടക്കമുള്ള ഹരിത പൊങ്കാല, ശുചിത്വ പൊങ്കാല എന്നീ സന്ദേശങ്ങൾ ഉയർത്തിയാണ് ഇത്തവണ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടകം തന്നെ ഇങ്ങനെയൊരു പൊങ്കാല ഈ നഗരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പൊങ്കാല മഹോത്സവം ആ രീതിയിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. ചേച്ചി എന്താണ്, എപ്പോൾ തുടങ്ങി? ഞങ്ങൾ 3 മണിയായി ഇപ്പം തുടങ്ങി. എപ്പോൾ കഴിയും ഇത് മുഴുവനായിട്ട്? അത് പറയാൻ പറ്റില്ല, നമുക്ക് ഏതൊക്കെ റൂട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചൂടൊക്കെയാണ്, ശ്രദ്ധിക്കണം. ഇത് നമ്മളെ ജോലിയുടെ ഭാഗമല്ലേ. അങ്ങനെയാണ്, അതായത് ഭയങ്കര ചൂടാണ്. വളരെ രാവിലെ ഉണ്ടായതിനേക്കാളും ഇപ്പോൾ 3 മണി സമയം എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. അവിടെയും ഈ തൊഴിലാളികളും ഇവരും ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാണ് ക്രിസ്റ്റീന. കാരണം ഇവർ ഈ ഒരു ശുചീകരണ തൊഴിലാളികളാണ്. അവർ ഇത്തരത്തിൽ ഈ ഒരു പൊങ്കാല മഹോത്സവം ഈ നഗരത്തിൽ നടന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വേസ്റ്റുകളടക്കം മാറ്റുകയാണ്. ഇവരെ കൂടി അടയാളപ്പെടുത്താതെ ഈ പൊങ്കാല മഹോത്സവ കാലത്തിന് സമാപനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും മേഘന പറഞ്ഞത് വളരെ ശരിയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു മഹോത്സവം, അത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നില്ല എന്ന രീതിയിൽ അതിന്റെ മുഴുവൻ മാലിന്യങ്ങൾ അവരാണ് നീക്കുന്നത്. അപ്പോൾ അവരോടുള്ള പ്രത്യേക സ്നേഹം. ഒപ്പം തന്നെ മേഘനയ്ക്ക് പനിയാണെന്നൊക്കെ കേട്ടു. അപ്പോൾ വെയിലൊക്കെ കൊള്ളുന്നൊക്കെ കുറച്ച് മേഘന ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആളിന് നല്ല പനിയായിരുന്നു. അപ്പോൾ പനി കഴിഞ്ഞിട്ട് ആ വെയിൽ കൊള്ളുമ്പോൾ എന്താകുമെന്ന് അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ആ ഹാപ്പിനെസ്സിൽ നമ്മുടെ മേഘനയും പങ്കുചേരുകയാണ്.